ആലപ്പുഴയിലേക്ക് പോയാൽ പ്രളയ ദുരിതം ഒഴിയുന്നില്ല. താഴ്ന്ന പ്രദേശങ്ങൾ ഭൂരിഭാഗവും ഇപ്പോഴും വെള്ളക്കെട്ടിലാണ്. 127 ദുരിതാശ്വാസ ക്യാമ്പുകൾ ജില്ലയിൽ പ്രവർത്തിക്കുന്നുണ്ട്. മടവീഴ്ച മൂലം കൃഷിനാശവും പുന്നപ്ര അടക്കമുള്ള സ്ഥലങ്ങളിൽ കടൽക്ഷോഭവും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ആലപ്പുഴ ജില്ലയിൽ ദുരിതം ഒഴിയുന്നില്ല. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി പെയ്യുന്ന മഴയുടെ ബുദ്ധിമുട്ടുകൾ, അതോടൊപ്പം കിഴക്കൻ വെള്ളത്തിന്റെ വരവൊക്കെയും ആലപ്പുഴ ജില്ലയും കുട്ടനാടിനെയും സാരമായി ബാധിച്ചു കഴിഞ്ഞു. പൂർണ്ണമായും വെള്ളക്കെട്ടിൽ നിന്നും കുട്ടനാട് മോചിതമാകണമെങ്കിൽ ദിവസങ്ങൾ വേണ്ടിവരും. ചെങ്ങന്നൂരിലും കുട്ടനാടിലും വിവിധ താലൂക്കുകളിലുമായി ഇപ്പോൾ 127 ക്യാമ്പാണ് ആലപ്പുഴ ജില്ലയിൽ പ്രവർത്തിക്കുന്നത്. ആവശ്യമെങ്കിൽ കൂടുതൽ ക്യാമ്പുകൾ തുറക്കുമെന്ന് നേരത്തെ അറിയിച്ചെങ്കിലും ഇപ്പോൾ മഴയ്ക്കൽപ്പം ശമനമുണ്ട് എന്നുള്ളത് നേരെ ആശ്വാസമാണ്. പക്ഷേ ഇന്നും ഓറഞ്ച് അലർട്ടാണ്. സ്കൂളുകൾക്ക് അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. കൂടാതെ താഴ്ന്ന പ്രദേശങ്ങളിൽ നിന്നും പൂർണ്ണമായും വെള്ളക്കെട്ട് ഒഴിയുന്നില്ല. ഞാനിപ്പോൾ നിൽക്കുന്ന AC റോഡിലടക്കം പലയിടത്തും വെള്ളക്കെട്ടുണ്ട്. KSRTC ബസ്സുകൾ സർവീസ് നടത്തുന്നുണ്ട് എന്നത് മാത്രമാണ് ഒരു ആശ്വാസകരമായ കാര്യം. എടത്തുവ, മുട്ടാർ, തലവടി, അതോടൊപ്പം തന്നെ ചമ്പക്കുളം, നെടുമുടി, കൈനഗിരി അടക്കമുള്ള പ്രദേശങ്ങളിലെല്ലാം വെള്ളക്കെട്ടിലാണ്. കാവാലം അടക്കമുള്ള പഞ്ചായത്തുകളിലും വെള്ളക്കെട്ടുണ്ട്. പുളിങ്കുന്നിൽ കഴിഞ്ഞ ദിവസം മഴ വീണതിനെ തുടർന്ന് 400 ഏക്കർ കൃഷി നശിച്ചിരുന്നു. ഇന്നും വ്യാപകമായി പലയിടത്തും മഴവീഴ്ച റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. എന്തായാലും ഒട്ടും സുഖകരമായ അന്തരീക്ഷമല്ല ജില്ലയിലുള്ളത്. പൂർണ്ണമായും വെള്ളം ഒഴിഞ്ഞു പോകുന്നില്ല എന്നുള്ളതാണ് ഏറെ ആശങ്കപ്പെടുന്നത്. തൊട്ടപ്പള്ളി പുഴ മുറിച്ചുവെങ്കിലും കൂടുതൽ വെള്ളം തൊട്ടപ്പള്ളി പുഴയിലേക്ക് കൂടി പുറത്തേക്ക് കടലിലേക്ക് ഒഴുകിപ്പോകാത്തതും പ്രതിസന്ധി സൃഷ്ടിക്കുന്നുണ്ട്. പക്ഷേ എന്തായാലും 2-3 ദിവസം മഴ മാറി നിൽക്കുകയും അതോടൊപ്പം തന്നെ അനുകൂല കാലാവസ്ഥ നിലനിൽക്കുകയും ചെയ്താൽ മാത്രമായിരിക്കും ക്യാമ്പുകളിൽ നിന്നും ആളുകൾക്ക് വീടുകളിലേക്ക് മടങ്ങിപ്പോകാൻ കഴിയുകയുള്ളൂ, സാധാരണ നിലയിലേക്ക് എത്തിപ്പെടുവാൻ കഴിയുകയുള്ളൂ. അതോടൊപ്പം പുന്നപ്ര അടക്കമുള്ള കടലോര മേഖലകളിൽ കടൽക്ഷോഭവും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. വലിയ പ്രതിസന്ധി ആ മേഖലയിലും ഉണ്ട്. എന്തായാലും കഴിഞ്ഞ 4-5 ദിവസമായി ജില്ലയിൽ ഇടവിട്ട് പെയ്യുന്ന മഴ, അതോടൊപ്പം പത്തനംതിട്ട ജില്ലയിലടക്കം പെയ്യുന്ന മഴയുടെ പ്രതിഫലനം ആലപ്പുഴ ജില്ല അനുഭവിക്കുകയാണ്. അതോടൊപ്പം തന്നെ പമ്പയാർ, അച്ചൻകോവിലാർ എന്നിവയുടെ എല്ലാം ജലനിരപ്പ് ഉയർന്നു നിൽക്കുന്നതും പ്രതിസന്ധിയാണ്. കാര്യമായ മാറ്റമില്ല. പക്ഷേ നേരിയ തോതിൽ ചെങ്ങന്നൂർ ഉൾപ്പെടെയുള്ള അല്ലെങ്കിൽ തിരുവല്ല താലൂക്ക് ഉൾപ്പെടുന്നുള്ള അപ്പർ കുട്ടനാടൻ മേഖലയിൽ നിന്നും വെള്ളം താഴുന്നു എന്നത് ആശ്വാസമാണ്. പക്ഷേ കുട്ടനാടിനെ സംബന്ധിച്ചിടത്തോളം സമുദ്രനിരപ്പിൽ താഴെ കൃഷി ചെയ്യുന്ന ഇടങ്ങളുണ്ട്. അവിടെ മടവീഴ്ചയെ തുടർന്ന് ആ നിലയ്ക്ക് വെള്ളം വലിയ രീതിയിൽ പാടശേഖരങ്ങളിലേക്കും വീടുകളുടെ പരിസരങ്ങളിലേക്കുമൊക്കെയും നിറയും. അങ്ങനെയാണ് ഇത്തരത്തിലുള്ളൊരു പ്രതിസന്ധി ഉണ്ടാകുന്നത്. കൂടാതെ AC കനാൽ കരകവിഞ്ഞാണ് ഇപ്പോൾ AC റോഡിൽ പലയിടത്തും വെള്ളക്കെട്ടും രൂപപ്പെട്ടിരിക്കുന്നത്. എന്തായാലും ഈ നിലയ്ക്ക് ആണ് ജില്ലയിലെ സാഹചര്യം. പൂർണ്ണമായും ജില്ല ഈ പ്രളയക്കെടുതിയിൽ നിന്നും മോചിതരാകണമെങ്കിൽ 4-5 ദിവസങ്ങൾ കൂടി പൂർണ്ണമായും കാലാവസ്ഥ മാറി നിൽക്കുന്ന സാഹചര്യം തന്നെ വേണ്ടിവരും. എന്തായാലും ഈ നിലയ്ക്കാണ് ഇന്നത്തെ ജില്ലയിലെ പൊതുവിവരങ്ങൾ.